أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ക്ലാസിൻ്റെയും ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ട, ദുനിയാവിൽ മറ്റെന്തിനേക്കാളും നാം ഇഷ്ടപ്പെടേണ്ട നമ്മുടെ നേതാവ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുക, പറയുക എന്നത് ഒരു വലിയ ഇബാദത്ത് തന്നെയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ അത് കാരണമാകും. തീർച്ചയായും ഇത്തരം സംസാരത്തിലൂടെ, ചർച്ചയിലൂടെ പ്രവാചക സ്നേഹം വർദ്ധിക്കാനും അല്ലാഹുവിൻ്റെ പ്രവാചകനിലേക്ക് കൂടുതൽ എടുക്കുവാനും ഇതൊരു കാരണമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളും അതേപോലെ തന്നെ ഹലീമ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന സമയത്ത് അവിടത്തെ ഏറ്റെടുക്കാൻ മക്കയിലേക്ക് വരുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് ഹലീമയുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതും അതിനിടയിലുണ്ടായ സംഭവങ്ങളുമൊക്കെ നമ്മൾ വിശദീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ വയസ്സിൽ നടന്ന അത്ഭുതകരമായ ഒരു വലിയ സംഭവം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പുറത്തെടുത്ത് സംസം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി വീണ്ടും അവിടെ തന്നെ വെച്ച് തുന്നിച്ചേർത്തു എന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ വയസ്സിൽ നടന്ന അത്ഭുതകരമായ ആ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ സംഭവത്തിന് ശേഷം ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ആമിനയുടെ അടുത്തേക്ക് മക്കയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ആമിനയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കാരണം ഹലീമക്ക് പേടിയാവുകയാണ് റളിയല്ലാഹു അൻഹ. ഹലീമ റളിയല്ലാഹു അൻഹക്ക് പേടിയാവുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ് സംഭവിച്ചത്, എന്തെങ്കിലും അപകടമാണോ എന്ന് പേടിക്കുകയും എന്താണ് സംഭവമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ
ആമിനയോട് മക്കയിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന്റെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ മക്കയിൽ ജീവിക്കുകയാണ് തന്റെ ഉമ്മയോടൊപ്പം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 6 വർഷക്കാലത്തോളം, നബിയുടെ 6ാമത്തെ വയസ്സുവരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത് ആമിനയോടൊപ്പമാണ്. മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുന്നത്. അങ്ങനെ 6ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോടൊപ്പം യസ്രിബിലേക്ക് പോവുകയാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീനയാണ്. അവിടെ ബന്ധുക്കളുണ്ട്, അവിടെ തന്റെ കുടുംബക്കാരുണ്ട്, അവരെ കാണാൻ. അതോടൊപ്പം ആ യാത്രയിൽ അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയുടെ ഖബറുള്ളത് മദീനത്താണ്. ആ ഖബറൊന്ന് സന്ദർശിക്കണം, തന്റെ മകന് ആ ഖബറൊന്ന് കാണിച്ചു കൊടുക്കണം, മദീനയിലുള്ള ബന്ധുക്കളെ തന്റെ മകന് പരിചയപ്പെടുത്തണം. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും കൂട്ടി മദീനയിലേക്ക് യസ്രിബിലേക്ക് പോവുകയാണ്. ഉമ്മയോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടാതെ ഉമ്മു ഐമൻ കൂടിയുണ്ട്. ഇവർ 3 പേരും കൂടിയാണ്. ചില ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് പോലെ ഇവർ തനിച്ചല്ല പോയത്, മറിച്ച് വേറെ ഒരു കാഫില, ഒരു കച്ചവട സംഘം പോകുന്നുണ്ടായിരുന്നു. ആ യാത്രയോടൊപ്പമാണ് അബ്ദുൽ മുത്തലിബ് ഇവരെയും പറഞ്ഞയച്ചത് എന്നതൊക്കെ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ 3 പേരും കൂടി മദീനയിലേക്ക് യാത്രയാവുകയാണ്. കൂടെ ഉമ്മു ഐമനുമുണ്ട്. ആരാണ് ഉമ്മു ഐമൻ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിച്ച ഒരു മഹദിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. നേരത്തെ നമ്മൾ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ആമിനയുടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ അബ്ദുള്ളയുടെ അഥവാ പ്രവാചകന്റെ പിതാവിന്റെ അടിമയായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടപ്പോ അത് ആമിനയുടെ സംരക്ഷണത്തിലാവുകയും അങ്ങനെ ആമിനയോടൊപ്പം ജീവിക്കുകയും ചെയ്തു. യഥാർത്ഥ നാമം ബറക്കത്ത് ബിൻ സഅലബ എന്നതാണ്. ബറക്കത്ത് ബിൻ സഅലബ എന്നതാണ് ഉമ്മു ഐമന്റെ യഥാർത്ഥ നാമം. മാത്രവുമല്ല, ഉമ്മു ഐമനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവരെ മോചിപ്പിക്കുന്നുണ്ട്. ഉമ്മയുടെ അധീനതയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നും ഉമ്മു ഐമനെ മോചിപ്പിക്കുകയാണ്. അടിമത്ത മോചനം നടത്തിയെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിസ, ചരിത്രത്തിലൊക്കെ പല വിമർശനങ്ങൾ വരെ, അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിക്കാൻ വരെ ശത്രുക്കളായ ആളുകൾ പലപ്പോഴും എടുത്തു കാണിക്കുന്ന ഒരു മഹാനായ സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിപ്പിക്കുന്നുണ്ട്. അവരിൽ ഉസാമ എന്ന കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടിയെ പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ഉസാമ എന്ന കുട്ടിയെ ഹിബ്ബു റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ, ഇഷ്ടപ്പെട്ടവൻ എന്നുള്ള പേരിൽ ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടു എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഈ 3 പേരും അഥവാ ഉമ്മു ഐമൻ, ഭർത്താവായ സയ്യിദ് ഇബ്നു ഹാരിസ, അതേ പിന്നെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു, ഈ 3 പേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത 3 മഹൽ വ്യക്തിത്വങ്ങളാണ്, മഹാന്മാരാണ്, മഹദികളാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സഹായിച്ചവരിൽ ഈ 3 പേരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഉമ്മു ഐമൻ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് കൂടെ ഉമ്മു ഐമൻ ഉണ്ടെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തും ഉമ്മു ഐമൻ കൂടെയുണ്ടെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വരെ ഹദീസിന്റെ ഏടുകളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉമ്മു ഐമൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വിശദീകരിക്കാം. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. കാരണം സ്വഹാബ വനിതയായിരുന്നു. കാരണം ഉഹുദിന്റെ രണാങ്കണം, ഉഹുദിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഉമ്മു ഐമനെ മാറ്റിവെക്കാൻ കഴിയില്ല. സ്വഹാബികൾക്ക് വെട്ടേറ്റ് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കാൻ ഈ ഉമ്മു ഐമൻ കടന്നു ചെന്ന രംഗങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും. മാത്രവുമല്ല, ഹുനൈൻ യുദ്ധം നടക്കുമ്പോഴും ഉമ്മു ഐമന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് മാത്രമല്ല, സ്വഹാബികൾക്ക് ആവേശം കൊടുത്തിരുന്നു ഉമ്മു ഐമൻ എന്നാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സ്വർഗമല്ലേ അപ്പുറത്ത് കാത്തിരിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാണ് മടി കാണിക്കുന്നത്? നിങ്ങൾ കുറച്ചുകൂടെ ഉത്സാഹം കാണിക്കുന്നു എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു ഉമ്മു ഐമൻ. അവർക്ക് വലിയ ഊർജം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളൊക്കെ പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ സ്വർഗവാസിയാണ്. ഉമ്മു ഐമൻ ഉമ്മി ബഅദ ഉമ്മി വഹിയ മിൻ അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മു ഐമൻ എന്റെ ഉമ്മക്ക് ശേഷമുള്ള എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഇനി ശേഷം വരാൻ പോകുന്ന ചരിത്രത്തിൽ നമുക്കത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടത് മുതൽ പ്രവാചകന്റെ ഒരു ഉമ്മയായി പ്രവാചകന്റെ മരണം വരെ കൂടെ നിൽക്കുകയും ഒരു മാതാവിന്റെ സ്നേഹം കൊടുത്തു വളർത്തുകയും ചെയ്ത മഹദിയാണ് ഉമ്മു ഐമൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഉമ്മു ഐമൻ ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മക്ക് ശേഷമുള്ള ഒരു ഉമ്മയാണ് ഉമ്മു ഐമൻ. അവർ സ്വർഗവാസിയാണ്. വഹിയ മിൻ അഹ്ലിൽ ജന്ന, അവർ സ്വർഗവാസികളിൽ പെട്ടയാളാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ശരി, അവർ യസ്രിബിലേക്ക് പോവുകയാണ്. ഉമ്മു ഐമനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ വയസ്സിൽ അവർ യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ 2 മാസത്തിൽ താഴെ അവരവിടെ ജീവിച്ചു. ഏകദേശം 2 മാസത്തോളം വലിയ സന്തോഷത്തിലായിരുന്നു അവർ, വലിയ ആഹ്ലാദത്തിലായിരുന്നു. കാരണം ബന്ധുക്കളെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. അവിടുത്തെ ആളുകൾക്കൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും, ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഈ പറയുന്നത്, ആ 6 വയസ്സുകാരന്റെ കുസൃതിയും ആ 6 വയസ്സുകാരൻ ഉള്ള വല്ലാത്ത അത്ഭുതകരമായ സംസാരങ്ങളുമൊക്കെ ഇടപെടലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരുമായി വല്ലാതെ ഇടപഴകി ജീവിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നീന്തൽ പഠിച്ചത് മദീനയിൽ വെച്ച് 6ാമത്തെ വയസ്സിലാണ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇത്രമേൽ പച്ചയായ രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാനും വളരെ കൃത്യമായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഒരിക്കൽ ഹിജ്റക്ക് ശേഷം മദീനയിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു പോകുന്ന സമയത്ത് ഒരു കുളം കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു എന്നാണ്, ആ കുളത്തിൽ നിന്നാണ് ഞാൻ നീന്തൽ പഠിച്ചത്, അവിടെയായിരുന്നു ആ തടാകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും 2-3 മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ താഴെ അവർ അവിടെ ജീവിച്ചു, മദീനത്ത് ജീവിച്ചു. സന്തോഷത്തോടുകൂടി ബന്ധുക്കളൊക്കെ ആയി കഴിഞ്ഞു. വീണ്ടും അവർ തിരിച്ച് മക്കയിലേക്ക് യാത്രയാവുകയാണ്. ഈ യാത്രയിലാണ് വല്ലാത്ത സങ്കടകരമായ ഒരു രംഗമുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ 6ാമത്തെ വയസ്സിൽ നടന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഒരു വേള പ്രവാചകന്റെ ജീവിത ചരിത്രം വായിക്കുന്നിടത്ത് പ്രവാചകൻ ആദ്യമായി പൊട്ടിക്കരഞ്ഞ രംഗം ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. ആ യാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനക്ക് അസുഖം വരികയാണ്. അസുഖം വല്ലാതെ പ്രയാസപ്പെട്ടു.
അങ്ങനെ അവിടെ വെച്ച് അവർ മരണപ്പെടുകയാണ്. ഏകദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിന മരണപ്പെടുന്ന സമയത്ത് അവർക്ക് 20 വയസ്സായിരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, 20 വയസ്സേ ആമിനക്കുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 6 വയസ്സ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പ്രായം മരണപ്പെടുന്ന സമയത്ത് 20 വയസ്സുള്ളപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രായം 6 വയസ്സാണ്. 6 വയസ്സായപ്പോഴേക്കും വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വല്ലാതെ ഉമ്മയുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഉമ്മയുടെ മരണം എത്രമേൽ ദുഃഖമുണ്ടാക്കിയെന്നും തന്റെ ഉമ്മയുടെ മരണം എത്രമേൽ സങ്കടമുണ്ടാക്കി എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയോടൊപ്പം ജീവിച്ചത് 2 വർഷക്കാലമാണ്. 4 മുതൽ 6 വയസ്സ് വരെയുള്ള 2 വർഷക്കാലം. കൂടുതലായി ഉമ്മ മുലയൂട്ടിയിട്ടില്ല. നമ്മളന്ന് പറഞ്ഞിരുന്നു, ഏകദേശം 2 ആഴ്ചക്കാലം വരെ അല്ലെങ്കിൽ 1 മാസക്കാലത്തിൽ താഴെ മാത്രമേ ഉമ്മ മുലയൂട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 4 വയസ്സ് വരെ ജീവിച്ചത്, ചെറുപ്രായത്തിൽ ജീവിച്ചത് ഹലീമയോടൊപ്പമാണ്. ആ 2 വർഷക്കാലം മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഉമ്മയുടെ മരണം ആ ഹബീബിനെ എത്രമേൽ വേദനിപ്പിച്ചു എന്നത് ഹബീബിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ അവസാനത്തിലേക്ക് പോയാൽ മക്കം ഫത്ഹിന്റെ അന്ന്, മക്കം ഫത്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോകുന്ന രംഗം സ്വഹാബത്ത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വർഷങ്ങൾക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവം കഴിഞ്ഞ് 50 വർഷങ്ങൾക്ക് ശേഷം മദീനത്ത് നിന്നും മക്കയിലേക്ക് അബവ എന്ന സ്ഥലത്തുകൂടെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയാൻ തുടങ്ങി എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ കരഞ്ഞുവെന്നതാണ്. കരഞ്ഞുവെന്ന് മാത്രമല്ല സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാണ് റസൂലുള്ള ഇത്രമേൽ കരയുന്നത്. പ്രവാചകന്റെ കണ്ണുനീർ താടിരോമങ്ങളിലൂടെ ഒലിച്ചു വന്നുവെന്നും പ്രവാചകൻ അത്രമേൽ പൊട്ടിക്കരഞ്ഞുവെന്നൊക്കെ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്കും കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങളും കരഞ്ഞുപോയി മുഹമ്മദ് നബിയോടൊപ്പം. ഈ സംഭവം നടക്കുന്നത് മദീന ഹിജ്റയ്ക്ക് ശേഷം, പിന്നെ മക്കം ഫത്ഹിന്റെ കുറച്ചു മുൻപുള്ള ആ സമയത്താണ്. ഏകദേശം പ്രവാചകന്റെ ഉമ്മയുടെ മരണത്തിന്റെ 50 വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ സംഭവം നടക്കുന്നത്. ഹദീസിൽ ആ രംഗം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തിനാണ് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്, സാറൻ നബിയു ഖബ്റ ഉമ്മിഹി ഫബകാ വഅബ്കാ മൻ ഹൗലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മയുടെ ഖബറിനരികെ ഞങ്ങളെത്തി. പ്രവാചകന്റെ ഉമ്മയുടെ ഖബറിനടുത്തെത്തി. ആ സമയത്ത് റസൂലുള്ള കരഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ കരച്ചിൽ വന്നു. അവരും കരഞ്ഞുവെന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണെന്നറിയോ ഞാൻ കരഞ്ഞത്? എന്തിനാണെന്നറിയോ? റസൂലുള്ള പറഞ്ഞു, എന്റെ മാതാവിന്റെ ഖബറുള്ളത് ഇവിടെയാണ്, എന്റെ ഉമ്മയുടെ ഖബർ ഇവിടെയാണ്. ഇസ്തഇദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലഹാ ഫലം യുഅ്സൻ ലി വസ്തഇദൻതുഹു അൻ അസൂറ ഖബറഹാ ഫഅസിന ലി ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുസക്കിറുൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹുവിനോട് ഞാൻ അനുവാദം ചോദിച്ചു. പക്ഷേ ഫലം യുഅ്സൻ ലി, എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നില്ല. ഞാൻ ചോദിച്ചു, അള്ളാഹുവേ എന്റെ ഉമ്മയുടെ ഖബറൊന്ന് ഞാൻ സന്ദർശിക്കട്ടെ, സിയാറത്ത് ചെയ്യട്ടെ. ആ സമയത്ത് എനിക്ക് അള്ളാഹു അനുവാദം നൽകി. എനിക്ക് അനുവാദം നൽകി. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. ഫഇന്നഹാ തുസക്കിറുൽ മൗത്ത്, അത് പരലോകത്തെ ഓർമ്മിക്കാൻ,
അത് മരണത്തെ ഓർമ്മിക്കാൻ അത് കാരണമാകും. അതുവരെ ഖബർ സിയാറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം വേറെയാണ്. കാരണം ആദ്യ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും ജീവിച്ചിരുന്നത് ഖബറുമായി ബന്ധപ്പെട്ടാണ്. ഖബറാരാധനയും ഖബറാളികളോട് ദുആ ചെയ്യലും അവിടെ പോയി ഉറൂസ് നടത്തലും ഒക്കെയായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ കാര്യങ്ങൾ, ഇബാദത്തുകളായി അവർ കണ്ടിരുന്നത്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചു. ഖബറിന്റെ അടുത്തേക്ക് പോക്ക് തന്നെ നിരോധിച്ചു. പിന്നീട് ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുസക്കിറുൽ മൗത്ത്. നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിക്കോ, അത് മരണത്തെ ഓർക്കാൻ നിങ്ങൾക്ക് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ രംഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം 6 വയസ്സു മാത്രമുള്ളപ്പോ തനിക്ക് കണ്ടു പരിചയമുള്ള, അല്ലെങ്കിൽ 2 വർഷക്കാലത്തെ ചെറുപ്പത്തിലെ 2 വർഷക്കാലം മാത്രം തനിക്ക് പരിചയമുള്ള, തനിക്ക് കൃത്യമായി മുലപ്പാല് പോലും തന്നിട്ടില്ലാത്ത ഉമ്മയുടെ ഓർമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമേൽ സങ്കടപ്പെടുത്തിയിരുന്നു. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത് ഈ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പാഠമുണ്ട് സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ. നമ്മളിങ്ങനെ കേട്ടുപോകുമ്പോ എന്താണ് ഇതിൽ നിന്നുള്ള പാഠമെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അവഗണിക്കുന്ന ഒരു കാലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ സ്നേഹിക്കണമെന്നും ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നുമൊക്കെ വെറുതെ പറഞ്ഞതല്ല. പക്ഷെ അത് കേട്ടിട്ടും മുസ്ലിം സമുദായത്തിലെ 5 നേരം നമസ്കരിക്കുന്നവർക്ക് പോലും ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മയുടെ അടുത്തിരിക്കാൻ, ആ ഉമ്മയുടെ കൈപിടിക്കാൻ, ആ ഉമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ, ഉമ്മയുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ, ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തവരാണ്. ഉമ്മയെ കരയിപ്പിക്കുന്നവർ, ഉമ്മമാരെ സങ്കടപ്പെടുത്തുന്നവർ, ഉമ്മമാരെ പ്രയാസപ്പെടുത്തുന്നവർ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രമേൽ യോഗ്യതകൾ ഉണ്ടായി, എത്രമേൽ ദറജകൾ വർദ്ധിച്ചു, എത്രമേൽ പദവികൾ വന്നു. പക്ഷേ റസൂലുള്ള മറന്നില്ല തന്റെ ഉമ്മയെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ദുനിയാവിലെ പദവികൾ ലഭിച്ചിട്ടും തന്റെ ഉമ്മയെ മറക്കാത്ത അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ കാണുകയാണ്. നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഏറ്റവും ആദ്യം സ്നേഹിച്ചതും ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉമ്മയാണ്. ആദ്യമായി നമ്മളെ സ്നേഹിച്ചത് ആ ഉമ്മ. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ആദ്യമായി ചിരിച്ചത് ആ ഉമ്മയാണ്. ആ ഉമ്മ കരഞ്ഞപ്പോഴും ഒരു സന്തോഷമുണ്ടായിരുന്നു, ആ ഉമ്മ ചിരിച്ചതും ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ ഉമ്മയെ ഒരു കാരണവശാലും പ്രയാസപ്പെടുത്താനോ ആ ഉമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ആകാശത്തിന് കീഴെ മറ്റൊരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മീഡിയകളിലൂടെ നമ്മൾ വായിക്കുകയാണ്. വലിയ അറിവുള്ളവരെന്ന് പറയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ പോലും ഉമ്മമാരെ അവഗണിക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഉമ്മ ഒരധികപ്പറ്റായി മനസ്സിലാക്കുകയാണ്. തനിക്ക് ഭാര്യ വന്നു, തനിക്ക് മക്കൾ വന്നു, തനിക്ക് സ്വന്തമായി വീട് വന്നപ്പോ ആ ഉമ്മയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനായി, അല്ലെങ്കിൽ ആ ഉമ്മയെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരായി, ആ ഉമ്മയുടെ അഭിപ്രായങ്ങളോ ഉമ്മയുടെ ഇഷ്ടങ്ങളോ തങ്ങളുടെ ഇഷ്ടത്തിന് തടസ്സമായി എന്ന് മനസ്സിലാക്കുന്നു. ഉമ്മയെ മാറ്റിവെക്കുന്ന പല പ്രവണതകളും നമ്മൾ കാണുമ്പോ നമ്മൾ സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും വലിയൊരു മെസ്സേജായി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, സമൂഹത്തിന് നമ്മൾ ഷെയർ ചെയ്യണം. എന്തേ കാരണമെന്നറിയോ? ഉമ്മയോട് എത്രമാത്രം നമ്മൾ ചെയ്താലും, ഉമ്മക്ക് എത്രമാത്രം നമ്മൾ ചെയ്തു കൊടുത്താലും ഒരിക്കലും ആ ഉമ്മ ചെയ്തതിന്റെ പകരമാകില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുത്തേക്ക് വരികയാണ്. ആ കഅബാലയത്തിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മയെ തോളിലിരുത്തി കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു എന്നാണ്, അല്ല, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനും എന്റെ ഉമ്മ എന്നെ മുലയൂട്ടിയതിനും
എന്റെ ഉമ്മ എന്നെ വളർത്തിയതിനും പകരമാവില്ലേ ഞാൻ ഈ ചെയ്യുന്ന, എന്റെ ഉമ്മയെ തോളിലിരുത്തി ഞാൻ ഈ തവാഫ് ചെയ്യുന്നത് അതിന് പകരമാവില്ലേ എന്ന് ചോദിക്കുമ്പോ ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ലാ വലാ ബിസഫറത്തിൻ, ഒരിക്കലും ആകില്ല എന്ന് മാത്രമല്ല ആ ഉമ്മ നിന്നെ കുറിച്ച് ഓർത്തിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ അതിന് പോലും പകരമാകില്ല എന്നതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എവിടെയാണ് തവാഫ് ചെയ്യുന്നത്? ഇന്ന് മാർബിൾ പതിച്ച കഅബാലയത്തിന്റെ ചുറ്റുമുള്ള ആ സ്ഥലത്തല്ല, കല്ലും മുള്ളും ഉള്ള ആ സ്ഥലത്ത് കഅബാലയത്തിന്റെ ചുറ്റിൽ അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, പകരമാകില്ലേ? ഇല്ല പ്രിയപ്പെട്ടവരെ, ലോകത്തെന്തു കൊടുത്താലും എന്തു പകരം വെച്ചാലും ആ ഉമ്മ നമുക്ക് നൽകിയ സ്നേഹത്തിന് പകരമാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നല്ലാത്ത മറ്റൊന്നും നമുക്ക് പകരം നൽകാൻ കഴിയില്ല. ഉമ്മയുടെ ജീവിതകാലത്ത് നിരന്തരമായ പ്രാർത്ഥനകളും അവരുടെ അടുപ്പവും അവരുടെ ഇഷ്ടവും അവരുടെ പൊരുത്തവുമല്ലാതെ മറ്റൊന്നുമില്ല ജീവിതത്തിൽ സമ്മാനമായി ലഭിക്കാൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ നിന്നൊക്കെ പഠിപ്പിക്കേണ്ട സമൂഹത്തിന് പകർന്നു നൽകേണ്ട പാഠമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശരി, ഉമ്മ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കരഞ്ഞു. അവർ തിരിച്ചു പോവുകയാണ്. ഉമ്മ ഐമനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ മക്കയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ഉമ്മ ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായി മാറുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുത്ത് സ്നേഹിച്ച് വളർത്തി ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അങ്ങനെയൊക്കെ സ്നേഹിക്കുമ്പോഴും ഉമ്മ ഐമന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബിനായിരുന്നു. അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുകയാണ്. ഉമ്മയുടെ മരണശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് ഉമ്മ ഐമനോട് പറയുന്നുണ്ട്, ഉമ്മ ഐമനെ, എന്റെ മോനെ ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണേ എന്ന് ഉമ്മ ഐമനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുകയാണ്. ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, തികച്ചും യതീമായ അവസ്ഥ, ഏതൊരു കുട്ടിയും പതറിപ്പോകുന്ന അവസ്ഥ. അവിടെയാണ് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലം യജിദക യതീമൻ ഫആവാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സൂറത്തുൽ ലുഹയിൽ ഇങ്ങനെ ഓതി വരുമ്പോൾ നമുക്കിത് വായിക്കാൻ കഴിയും. അലം യജിദക യതീമൻ ഫആവാ, യതീമായി കണ്ടപ്പോഴും അല്ലാഹു താങ്കൾക്ക് അഭയം നൽകിയില്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ശരി, അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരു സ്നേഹനിധിയായ വല്ലുപ്പയെയാണ്. സ്നേഹനിധിയായ വല്ലുപ്പയെയാണ്. പേരമക്കളോട് വല്ലുപ്പമാർക്കുള്ള ഒരു സ്നേഹം അതൊരു പ്രത്യേകമായിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വാപ്പമാരോട്, ഒരു പക്ഷേ വാപ്പമാർ പലതിലും, നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മളോട് പല കാര്യങ്ങൾക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും. നമ്മളോട് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ മക്കൾ, അവരോട് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കുമുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സ്നേഹമാണ്. ഒരു വേള നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമേൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ മക്കൾ അവരെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മളോട് പറയാൻ കഴിയാത്ത പലതും നമ്മുടെ മക്കൾ ചെന്ന് പറയാറുള്ളത് നമ്മുടെ ഉമ്മയോട് ഉപ്പയോടാണ്, അഥവാ മക്കളുടെ വല്യുപ്പമാരോടുമാണ്. ആ ഒരു സ്നേഹം യഥാർത്ഥത്തിൽ ഈ ഒരു അബ്ദുൽ മുത്തലിബിന്റെ ജീവിതത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകമായൊരു സ്വാതന്ത്ര്യം, പ്രത്യേകമായൊരു ഇടപെടൽ. ആ സ്വാതന്ത്ര്യം അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയുടെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരുന്നുവെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് സന്തോഷകരമായ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അതിലൊരു സംഭവമാണ്, കഅബാലയത്തിന്റെ അടുത്ത് പ്രായമായ ആളുകളൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പണ്ടേ അറബികൾക്ക് അതൊരു ശീലമാണ് എന്നതാണ്, അവർക്കൊരു ഇഷ്ടമാണ്. ഇവിടെ ഒക്കെ നമുക്ക് കാണാലോ, ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പായ വിരിച്ച്
കുറച്ചു ഗാവയും അതേപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ വെച്ച് അവരിങ്ങനെ ഇരിക്കും. അവർ വൈകുന്നേരങ്ങളിൽ സംസാരിച്ചിരിക്കും. ഇതുപോലെ ആ മക്കയുടെ കഅബയുടെ തൊട്ടരികിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിനു താഴെ അവർ കൂടാറുണ്ടായിരുന്നു എല്ലാ ദിവസത്തെ വൈകുന്നേര സമയങ്ങളിലും. അവിടെ അബ്ദുൽ മുത്തലിബ് മക്കയുടെ നായകനാണല്ലോ. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിന് പ്രത്യേകമായ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ആരും ഇരിക്കാറില്ല. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ പോലും അവിടെ ഇരിക്കാറില്ല. വേറെ ആരും ആ ഇരിപ്പിടത്തില് അബ്ദുൽ മുത്തലിബിന്റെ ചെയറിൽ പോയി ഇരിക്കാറില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ ആ ഇരിപ്പിടത്തിലേക്ക് പോയി ഇരിക്കുമെന്നാണ്. അബ്ദുൽ മുത്തലിബിനെ ആദരിച്ച് ആളുകൾ അബ്ദുൽ മുത്തലിബിന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അത് പ്രത്യേകമായി അബ്ദുൽ മുത്തലിബിന് മാത്രമായി മാറ്റിവെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 6-ാമത്തെയും 7-ാമത്തെയും ഒക്കെ വയസ്സിൽ ആ സമയത്താണല്ലോ അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഉള്ളത്. അവിടെ പോയി ഇരിക്കുമെന്നാണ്. വെല്ലിപ്പാന്റെ ചെയറിൽ, വെല്ലിപ്പാന്റെ കസേരയിൽ ഇരിക്കാൻ പലപ്പോഴും വീട്ടിൽ അവകാശമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത് പേരക്കുട്ടികൾക്കാണ്. ഇവിടെ മുഹമ്മദ് നബി എന്ന പേരക്കുട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബ് എന്ന സ്നേഹനിധിയായ വെല്ലിപ്പയുടെ ചെയറിൽ ചെന്നിരിക്കുമ്പോ ആളുകൾ ഇങ്ങനെ തടയും, ഇരിക്കല്ലേ എന്ന് പറയും. അത് അബ്ദുൽ മുത്തലിബിന്റേതാണ്, വെല്ലിപ്പാന്റേതാണെന്ന് പറയുമ്പോ അബ്ദുൽ മുത്തലിബ് എന്നിട്ട് പറയുന്നതാണ്, അവൻ അവിടെ ഇരിക്കട്ടെ, അവൻ എന്റെ ചെറിയ മോനാണ്, തീർച്ചയായും എന്റെ മകന് വലിയൊരു ഭാവിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ കൂടെ ഇരുത്തുന്നു, മുഹമ്മദ് നബിയെ കൂടെ ഇരുത്തുന്നു. അബ്ദുൽ മുത്തലിബ് കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നു. എല്ലാ സമയങ്ങളിലും അബ്ദുൽ മുത്തലിബ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി ഭക്ഷണം വാരിക്കൊടുക്കുന്നു. ഭക്ഷണം പ്രത്യേകമായി തന്റെ അടുത്ത് ചേർത്തിരുത്തുന്നു. അങ്ങനെ ഏറ്റവും അടുത്ത ആ ഒരു വല്ലാത്തൊരു സാന്നിധ്യവും സന്തോഷവും അവിടെ ഇങ്ങനെ പോവുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്ത് ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് അബ്ദുൽ മുത്തലിബിന്റെ ചാപ്റ്റർ നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുന്ന സമയത്ത് ഒരു ഒട്ടകം നഷ്ടപ്പെടുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒട്ടകത്തെ തേടി പലരും പല ഭാഗങ്ങളിലേക്കൊക്കെ പോയി. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒട്ടകത്തെ തേടി പിന്നെ പുറപ്പെട്ടു എന്നതാണ്. അങ്ങനെ ഒട്ടകത്തെ തേടി മുഹമ്മദ് നബി ആ 7-ാമത്തെ വയസ്സിൽ പുറപ്പെടുമ്പോ അവർ തടഞ്ഞില്ല. തടയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? മുഹമ്മദ് ആ സമയത്ത് എന്ത് ചെയ്താലും അതൊരിക്കലും പരാജയപ്പെടുന്നില്ല. മുഹമ്മദ് ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ, ചെറിയ 6-ാമത്തെ 7-ാമത്തെ വയസ്സിലുള്ള സമയത്താണ് കേട്ടോ ഈ പറയുന്നത്, ആ സമയത്ത് ആ മുഹമ്മദ് എന്ന കുട്ടി എന്ത് ചെയ്താലും അത് പരാജയപ്പെടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമാകുന്നു, വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെ തേടി പുറപ്പെടുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് തടഞ്ഞില്ല, മറ്റാരും തടഞ്ഞില്ല. അങ്ങനെ ഒട്ടകത്തെ തേടി പുറപ്പെട്ടു. പക്ഷേ രാവിലെ പുറപ്പെട്ട മുഹമ്മദ് നബിയെ വൈകുന്നേരമായിട്ടും കാണാനില്ല. സ്നേഹനിധിയായ വല്ലിപ്പയുടെ മനസ്സ് എത്രമേൽ സങ്കടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പ വല്ലാതെ സങ്കടപ്പെട്ടുവെന്ന് മാത്രമല്ല, കാണാതെ വന്നപ്പോ, വൈകുന്നേരമായിട്ടും കാണാതെ വന്നപ്പോ അബ്ദുൽ മുത്തലിബ് കാബാലയത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കാബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്തു, പ്രാർത്ഥിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ബേജാറ് കണ്ട് അവിടെ വന്ന ഒരു അപരിചിതനായ, ദൂരെ നിന്നും അവിടേക്ക് ഉംറ ചെയ്യാൻ അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് അബ്ദുൽ മുത്തലിബിനെ അറിയില്ലായിരുന്നു. ആരാണ് അബ്ദുൽ മുത്തലിബ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ബേജാറോടുകൂടി വല്ലാതെ സങ്കടപ്പെട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഈ കാബാലയത്തിന് ചുറ്റും ഓടി നടക്കുന്ന അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ ഈ അപരിചിതൻ ചോദിച്ചു എന്നാണ്, ഇതാരാണ് ഇയാൾ എന്തിനാ ഇത്രമാത്രം ബേജാറാകുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്നാണ്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ കാണാനില്ല. അങ്ങനെ അവസാനം ബേജാറായി നിൽക്കുന്ന സമയത്ത് മഗ്രിബിന്റെ സമയത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ കയറുമായി ഒട്ടകത്തെ കൂട്ടി വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചേർത്ത് പിടിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്നാണ്, ഇനിമേൽ എന്റെ അടുത്ത് നിന്നും എന്റെ കൺവട്ടത്ത് നിന്നും നീ എവിടേക്കും പോകരുത് എന്ന് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രൂപത്തിലും സ്നേഹിച്ചും സംരക്ഷിച്ചും അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബിയെ വളർത്തുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വരികയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ വയസ്സ്. ആ സ്നേഹത്തിനും ആ സന്തോഷത്തിനും ആഹ്ലാദത്തിനും അധിക ആയുസ്സുണ്ടായിരുന്നില്ല. 2 വർഷക്കാലം മാത്രമേ ആ സ്നേഹത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും യാത്ര ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സും 2 മാസവും ഉള്ളപ്പോൾ അബ്ദുൽ മുത്തലിബ് ലോകത്തോട് യാത്ര ചോദിച്ചു എന്നതാണ്. ആ യാത്ര ചോദിക്കുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ യാത്ര ചോദിക്കുന്ന സമയത്ത് തന്റെ മകനായ അബൂ ത്വാലിബിനെ അബ്ദുൽ മുത്തലിബ് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു എന്നാണ്, ഒരു വസിയത്ത് കൊടുക്കുകയാണ്. ഇവനെ നന്നായി നോക്കണം, മുഹമ്മദിനെ നന്നായി ശ്രദ്ധിക്കണം, അവനിൽ ഞാനൊരു വലിയ ഭാവി കാണുന്നുണ്ട്, വലിയൊരു മഹത്വം കാണുന്നുണ്ട്, അതുകൊണ്ട് നന്നായി അവനെ പരിപാലിക്കണം എന്ന് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതായി നമ്മൾ വായിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ മരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയേണ്ടതില്ല. ഈ രംഗം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ തന്നെ പിന്നീട് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ മരണത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അതസ്കുറു മൗത അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മരണത്തെ താങ്കൾ ഓർക്കുന്നുണ്ടോ? അബ്ദുൽ മുത്തലിബിന്റെ മരണത്തെ താങ്കൾക്ക് ഓർമ്മയുണ്ട്? എപ്പോഴാ? പ്രവാചകനായി മദീന ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കാണ്. ഒരുപാട് 50 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ അബ്ദുൽ മുത്തലിബിന്റെ ആ മരണത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്നുണ്ട്, നഅം വഅന യൗമഇദിൻ ഇബ്നു 80 സിനീൻ, അന്ന് എനിക്ക് 8 വയസ്സായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് ഉമ്മു ഐമൻ പറയുന്നുണ്ട്, കാന യബ്കി ഖൽഫ സരീരി അബ്ദുൽ മുത്തലിബ് വഹുവ ഇബ്നു 80 സിനീൻ. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ ജനാസ, അബ്ദുൽ മുത്തലിബിന്റെ മയ്യത്ത് കിടത്തിയിരുന്ന ആ കട്ടിലിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അതിന്റെ തൊട്ടരികിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കരയുന്ന രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന് ഉമ്മ ഐമൻ പറഞ്ഞതായി നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലാക്കുകയാണ്. ശരി, അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പ തന്റെ മകനായ അബൂ ത്വാലിബിന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. മക്കയിലെ ജന്നത്തുൽ മഅല്ല എന്ന ഖബർസ്ഥാനിലാണ് അബ്ദുൽ മുത്തലിബിനെ മറമാടിയത്. മക്കയിലെ ഉംറക്കൊക്കെ പോയ ആളുകൾക്കറിയാം, ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, മക്കയുടെ തൊട്ടരികിൽ ആ മക്കയിലും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ മരണപ്പെടുന്ന ആളുകളെ മറമാടുന്ന വലിയൊരു ഖബർസ്ഥാനാണ്. അവിടെ ജന്നത്തുൽ മഅല്ല എന്നാണ് അതിന്റെ പേര്. ആ ഖബർസ്ഥാനിലാണ് അബ്ദുൽ മുത്തലിബിനെ മറമാടിയത് എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അനാഥനാവുകയാണ്. ജനിക്കുന്ന സമയത്ത് വാപ്പയില്ല, 6ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. സ്നേഹത്തോടുകൂടെ സംരക്ഷിച്ച് വളർത്തി വന്നിരുന്ന സ്നേഹനിധിയായ വല്ലിപ്പയും 8ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമാവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട? സ്വാഭാവികമായി നമ്മൾ ആലോചിക്കും, ഇത്രമേൽ ലോകത്തിന്റെ അനുഗ്രഹമായി അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ എന്തിനായിരിക്കാം അള്ളാഹു ഈ രൂപത്തിൽ ചെറുപ്പത്തിൽ തന്നെ യതീമാക്കി ഏറെ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു കൊണ്ടുപോയത് എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ, നമ്മൾ ആലോചിച്ചാൽ തീർച്ചയായും അതിന്റെ ഉത്തരമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിലെ വേദനകളെയും പ്രയാസങ്ങളെയും സഹിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിശീലിപ്പിക്കുകയാണ്. വരാനുള്ള ജീവിതത്തിൽ ചെറുതല്ല ആ ജീവിതത്തെ നേരിടാൻ. ആ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോ അവിടെയൊക്കെ സഹിക്കാനും അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനും ചെറുപ്പത്തിൽ തന്നെ ഇത്തരം പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ തരണം ചെയ്യുക എന്നത് നിർബന്ധമാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരിലേക്ക് ഇറങ്ങേണ്ട നേതാവാണ്. അവരുടെ ദുഃഖം, അവരുടെ സങ്കടം മനസ്സിലാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഇങ്ങനെ വളർത്തിയെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ വസ്തനഅതുക ലനഫ്സി, എന്റെ സ്വന്തം കാര്യത്തിനായി ഞാൻ നിന്നെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന രംഗം നമ്മൾ കണ്ടിട്ടില്ലേ? ചെറുപ്പത്തിൽ ഉമ്മയുണ്ടായിരുന്നു, പക്ഷേ മൂസാ നബി വളർന്നത് കൊട്ടാരത്തില.
മൂസാ നബി ജനിച്ച സമയത്ത് തന്നെ ആ നൈൽ നദിയിലൂടെ ഒഴുക്കുകയാണ്, പെട്ടിയിലാക്കി അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം. പിന്നെ വളരുന്നത് ആ കൊട്ടാരത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ഇത്? അള്ളാഹുവിന്റെ തർബിയത്താണ്. ഇവർ ലോകത്തെ നയിക്കേണ്ടവരാണ്, ലോകത്തിന് സന്ദേശം നൽകേണ്ടവരാണ്, ലോകത്തിന് മാതൃകയാകേണ്ടവരാണ്. അതുകൊണ്ട് ഇവരെ തർബിയത്ത് ചെയ്യേണ്ടത് ഞാനാണ് എന്ന് അള്ളാഹു തീരുമാനിക്കുകയും അങ്ങനെ അള്ളാഹു തന്നെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തർബിയത്ത് നൽകി വളർത്തിക്കൊണ്ടുവരികയാണ്. ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ വീട്ടിലാണ്. അബൂ ത്വാലിബിന്റെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ കഴിയുകയാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ അബ്ദുൽ മുത്തലിബ്, വേറെയും മക്കളുണ്ടായിട്ടും അബൂ ത്വാലിബിനോട് പറഞ്ഞത്? അബൂ താലിബിന് വേറെയും മക്കളുണ്ടല്ലോ. ആ സമയത്തൊക്കെ അബ്ദുൽ മുത്തലിബ് എന്തുകൊണ്ടാണ്, തനിക്ക് വേറെ മക്കളുണ്ട് എന്നിട്ട് പോലും അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചത് അബൂ താലിബിനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെയുള്ള വിശദീകരിക്കലും ഒക്കെ ആവശ്യമാണ്. കുറച്ചുകൂടെ വിശദീകരിച്ച ആ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആ സംഭവം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അബൂ താലിബിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ മക്കളെ കുറിച്ച്, 6 മക്കളാണെന്ന് പറഞ്ഞല്ലോ, ആ മക്കൾ എപ്പോഴൊക്കെയാണ് മുസ്ലിമായത് എന്നുവരെ ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ നിൽക്കുന്ന സമയത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്, അത്ഭുതകരമായ ഒരു സംഭവം. ആ സംഭവത്തിന് ചരിത്രകാരന്മാർ പേര് നൽകിയത് ബഹീറ സംഭവമാണ്. അങ്ങനെ പ്രവാചകന്റെ 8 മുതൽ 12 വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച്, അബൂ താലിബിന്റെ വീട്ടിലെ ആ കൗമാരപ്രായത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കാനും പറയാനും അറിയാനും ചർച്ച ചെയ്യാനും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ആ പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോ, അറിയുമ്പോ, പറയുമ്പോ ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ സ്നേഹം നീ വർദ്ധിപ്പിച്ചു നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ആ പ്രവാചകനോടൊപ്പം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷിക്കുന്നവരിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെയും ഇണകളെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ, അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക്, ഞങ്ങളിൽ പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ, വല്ലുപ്പമാർ, വല്ലുമ്മമാർ ഞങ്ങളിൽ നിന്ന് യാത്ര ചോദിച്ചിട്ടുണ്ട്. നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്ന ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. നാഥ, നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ വേദനകൾക്ക് ശമനം നൽകണേ റഹ്മാനെ. പല രൂപത്തിലുള്ള അസുഖം മൂലം പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിഫ നൽകണ റഹ്മാനെ. പ്രത്യേകമായി അത്തോളിയിലുള്ള പുറക്കാട്ടേരി സലഫി മസ്ജിദിന്റെ പ്രസിഡന്റായ കരീം സാഹിബിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് എന്നും പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ ഗഫൂർ പാലത്ത് ഉസ്താദ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ മുൻപ് ഇമാമായി നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവര് പള്ളിയൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ പള്ളിയോടടുത്ത് നിൽക്കുന്ന ഒരു മഹദി, ഒരു സ്ത്രീ സഹോദരിയാണ്. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഒരല്പം പ്രയാസത്തിലാണ്. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മക്ക്, ആ സഹോദരിക്ക് എല്ലാ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.